4000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ SBI മറച്ചുവെച്ചതായി റിപ്പോർട്ട്. സുപ്രീം കോടതിയിൽ നേരത്തെ SBI മുദ്രവച്ച കവറിൽ സമർപ്പിച്ച 2018 മുതൽ 2019 മെയ് 15 വരെയുള്ള ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങളാണ് ഇനിയും പ്രസിദ്ധീകരിക്കാത്തത്. ഈ ബോണ്ടുകൾ ഏതെല്ലാം വൻകിട കോർപ്പറേറ്റുകളാണ് വാങ്ങിയതെന്നും ഏത് പാർട്ടിക്കാണ് കിട്ടിയതെന്നും ഇനിയും പുറത്തുവരേണ്ടതുണ്ട്. ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്നാണ് SBI പുറത്തുവിടാൻ തയ്യാറായത്. എന്നാൽ വെബ്സൈറ്റ് വഴി പുറത്തുവിട്ട ബോണ്ടുകളുടെ നമ്പർ മറച്ചുവെച്ചത് വീണ്ടും കോടതിയുടെ വിമർശനത്തിന് ഇടയാക്കി. അപൂർണമായ രേഖകളാണ് പുറത്തുവിട്ടതെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് തുറന്നടിച്ചു. പിന്നാലെയാണ് 4002 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ SBI ഇപ്പോഴും മറച്ചുവെച്ചിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 2019 ഏപ്രിൽ 12 സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു ഇടക്കാല ഉത്തരവിൽ ആ വർഷം ഏപ്രിൽ 12 മുതൽ മെയ് 15 വരെയുള്ള ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ മുദ്രവച്ച കവറിൽ കൈമാറാൻ നിർദ്ദേശിച്ചിരുന്നു. ഇലക്ട്രൽ ബോണ്ടുകളെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി റദ്ദാക്കിയ ഉത്തരവിൽ കോടതി നേരത്തെ പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് മുതൽ ഇതുവരെയുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ഇത് അവസരമാക്കിക്കൊണ്ട് 2019 ഏപ്രിൽ 12 മുതലുള്ള വിവരങ്ങൾ മാത്രമാണ് SBI കൈമാറിയത്. ഇലക്ട്രൽ ബോണ്ടുകൾ പുറത്തിറക്കിയ 2018 മാർച്ച് 1 മുതൽ ഇതുവരെയായി 16,518 കോടി രൂപ മൂല്യം വരുന്ന 28,030 ബോണ്ട് വിറ്റഴിച്ചതായാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് SBI നൽകിയ മറുപടി. എന്നാൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് SBI കൈമാറിയ പട്ടികയിലാകട്ടെ 12,516 കോടി രൂപ മൂല്യം വരുന്ന 18,871 ബോണ്ടിന്റെ വിശദാംശങ്ങൾ മാത്രമാണുള്ളത്. 4002 കോടി രൂപ മൂല്യം വരുന്ന 9,159 ബോണ്ടുകൾ SBI മറച്ചുപിടിച്ചിരിക്കുകയാണ്. സാന്റിയാഗോ മാർട്ടിൻ ഉൾപ്പെടെ ബോണ്ടുകൾ വാങ്ങിയവരുടെ വിവരങ്ങൾ പുറത്തുവന്നത് BJPയെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് വിധേയരായവരും ദേശീയപാത വികസനമടക്കം വൻ ടെൻഡറുകൾ സ്വന്തമാക്കിയവരുമാണ് ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് കോടികൾ സംഭാവന ചെയ്തത്. 4000 കോടിയുടെ ബോണ്ട് വിവരങ്ങൾ കൂടി പുറത്തുവന്നാൽ BJPക്ക് നൽകിയ കോർപ്പറേറ്റ് വിവരന്മാരുടെ വിവരങ്ങൾ കൂടുതൽ പുറത്തുവരും. അതിനാൽ ഇവ ബോധപൂർവം മറച്ചുവെച്ച് BJPയെ സഹായിക്കുകയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. കൈരളി ന്യൂസ്, ദില്ലി.